നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തനതായിട്ടുള്ള വിത്തുകളുടെയും നടീൽ വസ്തുക്കളുടെയും ആവാസ വ്യവസ്ഥകളുടെയും എല്ലാം ശോഷണം തന്നെയാണ്. ജൈവ വൈവിധ്യം മുക്കാൽ ഭാഗവും നഷ്ടപ്പെടുന്നത് അവ പ്രയോജനകരമായ രീതിയിൽ പരിരക്ഷിക്കപ്പെടാതെ വരുമ്പോഴാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏറെ ചർച്ച ചെയ്യേണ്ടുന്ന, വളരെയേറെ പ്രശംസ ഇനിയും ആർജിച്ച് നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിലൊരു ഭാഗമായി മാറുവാൻ പോകുന്ന വിത്തുകുട്ട എന്ന ഈ ഒരു സംരംഭം ഇവിടെ വളരെ ശോഭനമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമാകുന്നത്. വിത്തുകുട്ട എന്നത് ഒരു എളിയ ആശയമായി തുടങ്ങി ഏകദേശം ഒരു വർഷം പിന്നിടുമ്പോൾ 50ഓളം ചെറുകിട ഇടങ്ങളിൽ തനതായിട്ടുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും സംഭരിക്കുക, അവ സംരക്ഷിക്കുവാനുള്ള പ്രചോദനം നൽകുക, അവ സമർത്ഥമായി ഉപയോഗിക്കപ്പെടുക, അത് ഒരു സന്ദേശവാഹകമായ ഇടപെടലായി നമ്മുടെ മണ്ണിലും നമ്മുടെ പ്രദേശത്തുമെല്ലാം ചിരകാല പ്രതിഷ്ഠ നേടുന്ന ഒരു സംഭവ വികാസമായി മാറുന്നത്. ഇത് വിത്തുകുട്ട എന്നത് കേവലം നടീൽ വസ്തുക്കളുടെയോ വിത്തുകളുടെയോ വിതരണം എന്നതിലുപരി അത് ഉൾക്കൊള്ളുന്ന കാതലായ സന്ദേശം ജനമനസ്സുകളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വനസ്ഥലി എന്ന പ്രദേശമാണ്. 6ഓളം ഏക്കറിൽ പാതാമ്പുഴയിൽ നിന്നും മുണ്ടക്കയത്തേക്ക് പോകുന്ന വഴിയിൽ ഉള്ള ഒരു വളരെ വിശാലമായ വിസ്തൃതമായ ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കേന്ദ്രം. ഇവിടെ അനേകം നാട്ടുമാവുകളും പ്ലാവുകളും ഇത്യാദി വൃക്ഷലതാദികളുമെല്ലാം ഇടതൂർന്ന് വളരുന്നു. ഏകദേശം ഈ 6 ഏക്കറിൽ ജൈവികതയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും ഉദാത്തമായ അനേകം ലക്ഷണങ്ങളും ചിഹ്നങ്ങളുമെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രദേശത്ത് വളർന്നു വരുന്ന ഈ ഒരു മാവിനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാവിൻ വിത്തുകൾ അല്ലെങ്കിൽ മാങ്ങായണ്ടി, ഇത് കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനപ്പെടുത്തുവാൻ എന്ന ലക്ഷ്യത്തോടു കൂടി വാലാച്ചിറയിലുള്ള ഞങ്ങളുടെ സർക്കാർ ഫാമിൽ ഇവ വളർത്തുകയും അവ വിതരണം ചെയ്യുവാനുമുള്ള ഒരു എളിയ സംരംഭത്തിന് തുടക്കമാകുകയാണ് ഇന്ന്.